ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ഇരിക്കെ ഒമർക്ക് എനിക്കൊരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ടേ തന്നു. ആക്രിലിക് പെയിൻ്റാണ് കേട്ടോ. എനിക്ക് പണ്ടേ തൊട്ടുള്ള ക്രൈസാണ് പെയിൻറ്റ്, കാര്യങ്ങൾ, ക്രാഫ്റ്റ് ഐറ്റംസ്, ഈ വക സംഭവങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് എൻ്റെ കയ്യിലുണ്ടാവും. കളർ പെൻസില്, സ്കെച്ച്, ക്രയോൺസ്, സത്യം പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ കയ്യിൽ സ്റ്റോക്കായിരിക്കും. ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തത്. അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അതായിരിക്കണം അവർക്ക് ഇതെനിക്ക് മേടിച്ചു തന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പെയിൻറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കല കിട്ടിയത് എൻ്റെ വാപ്ചിയുടെ കേട്ടോ. വാപ്ചി നല്ല അടിപൊളി ആർട്ടിസ്റ്റായിരുന്നു. നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു. പിന്നെ ഗൾഫിലും ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് ജോലി ചെയ്തത്. അപ്പോൾ ഈ സംഭവം കൈ കിട്ടിയപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞങ്ങളുടെ സോഫയല്ല, ചെറിയ സെറ്റ് ഇട്ടേക്കുന്നതിൻ്റെ ബാക്കിൽ വോള് പ്ലെയിനാണ്. അപ്പോൾ ആ പ്ലെയിൻ വോളിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തു. ഓണറൊന്നും എന്നെ തെറി വിളിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഒരു കൊതിക്ക്, നമ്മുടെ റൂമല്ലേ, നന്നായിട്ട് കിടക്കട്ടെ എന്ന് ഓർത്തു. പിന്നെ എൻ്റെ ഒരു പ്രാന്തും മാറുമല്ലോ. മാളയിലെ വീട്ടിൽ ഫുൾ ഞാൻ ഒമർക്കാടെ വീട്ടിൽ, മാളയിലാണ് ഒമർക്കാടെ വീട്. അപ്പോൾ ഒമർക്കാടെ വീട്ടിൽ ഫുൾ ഞാൻ മതിലിങ്ങനെ വരച്ച് വെച്ചേക്കുക. അങ്ങനെ ഈ മതിലിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. ഗായ്സ്, ഇതിൻ്റെ അകത്ത് പെയിൻറ്റ് മാത്രമല്ല, പെയിൻറ്റിൻ്റെ കൂടെ തന്നെ 3 ക്യാൻവാസ് പാലറ്റ് ഉണ്ട് കേട്ടോ. ക്യാൻവാസ് ഉണ്ട് കേട്ടോ, പാലറ്റ്. ഒരു ക്യാൻവാസ് ഇതിൻ്റെ അകത്ത് 2 ക്യാൻവാസ് ഉണ്ട്, ചെറുത്. പിന്നെ ബ്രഷും ഉണ്ട്, പിന്നെ ഒരു പാലറ്റും ഉണ്ട്. ഞാൻ ഇത്ര സംഭവം ഇതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ ഓർത്തില്ല. ഞാനോർത്തു പെയിൻറ്റ് മാത്രമായിരിക്കുമെന്ന് ഓർത്തു. എന്തായാലും ഞാൻ ഹാപ്പി. ഇനിയിപ്പോൾ ഈ ക്യാൻവാസിലൊക്കെ പെയിൻറ്റ് ചെയ്ത് നമുക്ക് വോളിൽ ഹാങ് ചെയ്യാം. അങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്നു. എങ്ങനെ നടക്കും, എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് എൻ്റെ അക്സം ഉള്ളതുകൊണ്ട് എനിക്കറിയില്ല ഒന്നും. അക്സമിന് പെയിൻറ്റ് കണ്ടാൽ എന്നേക്കാ പ്രാന്ത. എന്താണെന്ന് വെച്ചാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് വരയ്ക്കുന്നത്. അവൻ ഓരോന്ന് വരയ്ക്കുന്നുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ ഞാൻ അവന് സ്കെച്ചും കളർ പെൻസിൽ സംഭവങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അവൻ ഓരോന്ന് ചെയ്യും അതിൽ. അപ്പോൾ ഇന്നലെയും ഞാൻ എനിക്ക് മേടിച്ചപ്പോൾ അക്സമിന് ഒമർക്ക ഒരു ചെറിയ സ്കെച്ചും മേടിച്ചായിരുന്നു. അതായിരുന്നു ഇന്നലെ വരയ്ക്കൽ പരിപാടി. അപ്പോൾ അവൻ ഇപ്പോൾ താഴെ റൂമിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയറായിട്ട് ഇൻട്രോ എടുക്കുന്നതും ഈ സംഭവങ്ങളൊക്കെ കാണിക്കുന്നതും. അവൻ ഇതുവരെ ഈ സാധനം കണ്ടിട്ടില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ തീർന്ന്. എനിക്ക് പിന്നെ ഇത് കിട്ടൂല, ഉറപ്പാണ്. അപ്പോൾ അവനെ ഞാൻ മാറ്റി നിർത്തിയിട്ടാണ് ചെയ്യണത്. ഇടയ്ക്ക് എന്തായാലും കയറി വരും. അപ്പോൾ എന്താവും അവൻ്റെ റിയാക്ഷൻ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഈ കാണുന്ന സ്പേസിൽ വരയ്ക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബട്ടർഫ്ലൈസ് ഉണ്ട്. സൗണ്ട് ശരിയായിട്ടില്ല, പനി മാറിയതുള്ളൂ. സാധനങ്ങൾ സെറ്റിയൊക്കെ ഞാൻ നീക്കിയിട്ടേക്കുവാണ്. അപ്പോൾ ഈ വോൾ നമുക്കൊന്ന് കുളമാക്കാം. അപ്പം ഞാനൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ വൈറ്റ്, കുറച്ച് ബ്ലാക്ക് കളറും കൂടി മിക്സ് ചെയ്ത് ഒരു ആഷ് കളർ ബേസ് ഉണ്ടാക്കാമെന്ന് ഓർത്തു. എന്നിട്ട് താഴെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ ആഷ് കളർ കൊടുക്കാമെന്ന് ഓർത്തു. ഞാനൊരു ബോഹോ പെയിൻറ്റിങ്ങൊക്കെയാണ് മനസ്സിൽ പ്ലാൻ. എന്ത് നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. ബോഹോ നടക്കും, വേറെ വല്ല ഹോ നടക്കും, അതൊക്കെ നമുക്ക് നോക്കാം. എൻ്റെ മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം ഞാൻ ആ വാളൊരു പരിവമാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാവേ.